മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഈ ഒരു ഹെയർ കെയർ ആണ്. ഇവിടുന്ന് മുതലാണ് എൻ്റെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെല്ലാവരും മുടി വളരാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കാര്യം തന്നെയാണ്. ഇന്ന് രാത്രി മുതൽ പിറ്റേ ദിവസം രാത്രി വരെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രാത്രി മുടി കെട്ടിവെച്ച രീതി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു രാത്രിയിൽ ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ എത്ര പിന്നി മെടഞ്ഞ് വൃത്തിക്ക് മുടി ചീകി രാത്രി കിടന്നിരുന്നാലും രാവിലെ എണീക്കുമ്പോൾ അത് കശപിശേന്നായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം എണീച്ച പാടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ മുടി മുഴുവനായിട്ടും അഴിച്ചിട്ടതിന് ശേഷം നമ്മുടെ കൈവിരലുകൾ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ മുടിയിലെ ജടയൊന്ന് ചീവി കൊടുക്കുക. അതായത് ജടയൊന്ന് കളയുക. അതല്ലാതെ ചീപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൈവിരലുകൾ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ മുടിയിലെ ജട മുഴുവനായിട്ടും കളഞ്ഞ് കെട്ടിവെക്കുക. കെട്ടിവെച്ചതിന് ശേഷം ഇന്നത്തെ നമ്മുടെ ഈ ഒരു റൊട്ടീനിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലൂടെ തന്നെ എൻ്റെ ഡേ ഇൻ മൈ ഹെയറും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഇപ്പോൾ ഒരു 6 മണി ആവാൻ പോകുന്നു കേട്ടോ. ഒരുപാട് നേരത്തെ ഒന്നും എണീക്കാറില്ല. 5:45 6 മണിയുടെ ഉള്ളിൽ എണീച്ചാൽ തന്നെ മതി. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് മുടി കെട്ടിവെച്ച് ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്ത് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പം നമ്മൾ തലേന്ന് തന്നെ അടുക്കള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കള വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പണി ചെയ്യാനുള്ള ആ ഒരു മടുപ്പ് തോന്നില്ല. നമുക്ക് സിമ്പിളായിരിക്കും പണികൾ. അപ്പം നമ്മൾ രാത്രി തന്നെ എപ്പോഴും അടുക്കളയും പാത്രങ്ങളും ഒക്കെ വൃത്തിയാക്കി വെക്കൽ എൻ്റെ ഒരു ശീലമാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഇപ്പം അടുക്കള ഇങ്ങനെയാണ് ഇരിക്കണത്. നമ്മൾ പണി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയാണ് അംഗം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ആ ഒരു അറ്റ്മോസ്ഫിയറും കൂടെ രാവിലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ അടുക്കളയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക് ഏരിയ. അതിനുശേഷമുള്ള ആ ഒരു വാതിൽ തുറക്കുന്ന സമയത്ത് ഫുൾ പാടങ്ങളും പച്ചപ്പും കിളികളുടെ ശബ്ദവും മയിൽ കൂകുന്ന ശബ്ദവും കാക്കകൾ കരയുന്ന ശബ്ദവും അങ്ങനെ നല്ലൊരു റിലാക്സ്ഡ് ആയിരിക്കും കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കേൾക്കുന്ന സമയത്ത് അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഡെയിലി കാണുന്ന കാഴ്ചയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് കണ്ടു നോക്കൂ. വെളിയിൽ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാഴ്ചയൊക്കെ കണ്ടു. ഒരു 2 മിനിറ്റ് കാഴ്ച കണ്ടതിന് ശേഷം വന്നു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പരിപ്പ് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കറി വെക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാബേജും അതേപോലെ തന്നെ പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വെക്കുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു കഷ്ണം കാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 തക്കാളിയും 1 ഉള്ളിയും അരിഞ്ഞെടുത്തത് ഈ പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് ഒരുപാട് വെന്തുടഞ്ഞു പോയി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ മാത്രം നമ്മുടെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എരിവിട്ട് കഴിഞ്ഞാൽ കുട്ടി മോൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ വളരെ കുറവ് മാത്രമേ എരിവ് ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. വെന്തിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ കാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും വെന്ത് വരുമ്പോൾ നമ്മുടെ കാബേജ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. കാബേജ് ഇട്ട് ഇത് അടച്ചു വെച്ചതിന് ശേഷം ഇതിനുള്ള അരപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ തലേന്നല്ല ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ടും തന്നെ ചിരവി എടുത്ത് വയ്ക്കാറുണ്ട്. ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാറുണ്ട്. അത് തീരുമ്പോൾ വീണ്ടും ചിരവി ഇതേപോലെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പമാണ്. രാവിലെ എണീച്ച് തേങ്ങ പൊട്ടിച്ച് തേങ്ങ ചിരവിയൊക്കെ എടുക്കുമ്പോൾ പണി കൂടുതലാണ്. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ എപ്പോഴും ചിരവി സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അതും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു സമയം എനിക്കൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ മോൻ അവിടെ എണീച്ചു. അമ്മ എന്നുള്ള വിളിയാണ് കേട്ടോ. ആദ്യം എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് ഇരിക്കണം. അവൻ എണീച്ചതും അങ്ങനെ ചടപടേന്നൊന്നും വരില്ല. അവൻ്റെ കൂടെ കുറച്ച് നേരം പോയി കിടന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കണത്, അമ്മ
ഇന്ന് സ്കൂളുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. എല്ലാ മക്കളും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും തന്നെ സമയം പോയി. പിന്നെ അങ്ങോട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇവൻ്റെ കൂടെ നിന്ന് ഇവനെ പല്ല് തേച്ച് അപ്പിയിടിപ്പിച്ച് അതേപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതിനകം തന്നെ നമ്മുടെ ചോറും കൂട്ടാനും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് വാർത്തു, അതേപോലെ തന്നെ പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. ചെറുതായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് വറുത്തെടുക്കണതാണ് കേട്ടോ. ഒരുപാട് എണ്ണയല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഇവനെ കഴിക്കാൻ കൊടുക്കണതും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചോറ് തന്നെയാണ് കേട്ടോ. പലഹാരം കൊടുത്ത് കുത്തിത്തിരുകാൻ വയ്യ. അപ്പോൾ ആദ്യം ചോറ് കൊടുക്കുന്നതിന് മുമ്പ് TV ഓൺ ചെയ്യണം, എന്നാലേ ചോറ് അകത്ത് പോവുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണ് കേട്ടോ അപ്പോൾ ഉള്ളത്. അപ്പോൾ TV ഓൺ ചെയ്തു. അപ്പോൾ ചൂട് ചോറും കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുഴച്ചെടുത്തതും അതേപോലെ തന്നെ കോവയ്ക്ക ഫ്രൈയും കൂടെ വെച്ച് അവന് ഞാൻ ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കൊടുക്കുന്ന സമയത്ത് അമ്മ കറിയിൽ ഉപ്പേരിയിൽ ഉപ്പില്ല എന്ന് പറയണതാണ് കേട്ടോ ഞാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് പാക്കിംഗ് ആണ്. അപ്പോൾ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്, കുറച്ച് കറി ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കും. അതിനുശേഷം ഇതിൻ്റെ മീതെ വേറൊരു തട്ടും കൂടി ഉണ്ട്, അതിനകത്ത് കോവയ്ക്ക ഫ്രൈയും കൂടെ വെച്ച് ടിഫൻ ബോക്സ് അടിച്ചു. ഇനി സ്നാക്സിന് വേണ്ടിയിട്ട് കൊടുത്തു വിടുന്നത് ഒരു ആപ്പിളാണ്. ആപ്പിൾ മുഴുവനായിട്ടല്ല, ഇതിൻ്റെ പകുതി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതും പിന്നെ അതേപോലെ തന്നെ ഒരു 5-6 പിസ്തയും കൂടെ ഞാൻ കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ ഇവിടെ ലഞ്ച് കർച്ചീഫും കൂടി കൊടുത്തു വിടാറുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളായതുകൊണ്ട് കഴിക്കുമ്പോൾ താഴെയൊക്കെ പോവുമല്ലോ, അതുകൊണ്ട് തന്നെ ഇവരുടെ ടിഫൻ ബോക്സിൽ ഇതേപോലെ ടവൽ ചുറ്റി കൊടുക്കാറുണ്ട്. ലഞ്ച് കർച്ചീഫും കൂടെ നമ്മൾ വെച്ച് സെറ്റാക്കിയിട്ട് അവരുടെ കിറ്റിനകത്ത് വെക്കാറുണ്ട്. അപ്പോൾ കിറ്റിനകത്ത് വെക്കുന്നത് ടിഫൻ അതേപോലെ തന്നെ സ്നാക്സും വെള്ളവും കൂടെ ഈ ഒരു നമ്മുടെ കിറ്റിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നെയ്തുക്കുട്ടൻ ഇപ്പോൾ ഓൾ സെറ്റായി കഴിഞ്ഞു കേട്ടോ, റെഡിയായി സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി കേട്ടോ. അപ്പോൾ മോൻ പഠിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, LKGയിലാണ് കേട്ടോ മോൻ പഠിക്കുന്നത്. അപ്പോൾ അവന് സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല. എന്നാലും രാവിലെ എണീക്കുമ്പോൾ അമ്മ ഇന്ന് സ്കൂളുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമമാവാറുണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് വിഷമം തന്നെയാണ്. ഈ സാറ്റർഡേ സൺഡേ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെറ്റായി ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പോകുമ്പോൾ ടാറ്റ പറയും, ഉമ്മ തരും, അതൊക്കെ കഴിഞ്ഞ് അവൻ പോകും കേട്ടോ. നമ്മുടെ അപ്പുറത്തെ തറവാടുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഓട്ടോ വരും, അങ്ങനെ അവൻ പോകും. അങ്ങനെ ഉണ്ണീനെ യാത്രയാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഹെയർ കെയർ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഇത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ ക്ലീൻ ചെയ്യാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സ്കാൽപ്പിൽ അഴുക്കാണ്, ചെളിയാണ്, ഡാൻഡ്രഫാണ്, അതേപോലെ തന്നെ പേനാണ്, ഈരാണ് എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ ഹെയർ ഗ്രോത്ത് എന്നുള്ള ഒരു സംഭവമേ ഉണ്ടാവില്ല. കാരണം നമ്മുടെ പോഴ്സൊക്കെ ഉണ്ടല്ലോ, മുടി വളരുന്ന ആ ഒരു റൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഡാൻഡ്രഫും അഴുക്കൊക്കെ കാരണം ക്ലോസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് വൃത്തിയല്ല, ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്ത് വരിക, അവിടെ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു മുടി വേര് അവിടെ ഉണ്ടാവുക. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ സ്കാൽപ്പ്, നമ്മുടെ തലയോട്ടി ക്ലീൻ ചെയ്ത് വയ്ക്കുക. എപ്പോഴും നമ്മുടെ സ്കാൽപ്പ് തലയോട്ടി ക്ലീൻ ആണെങ്കിലാണ് അവിടെ കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്ത് ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചതുപോലെ പല്ല അകലെയുള്ള ഒരു ചീപ്പി എടുത്ത് വകച്ചിലെടുത്ത് നിങ്ങളുടെ സ്കാൽപ്പ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ എത്ര വലിയ താരൻ നിങ്ങളുടെ സ്കാൽപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇങ്ങനെ ചീപ്പി യൂസ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ ഇളകി വരും. അപ്പോൾ നിങ്ങൾക്ക് താരൻ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ആഴ്ചയിൽ ഒരു തവണ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ കെയർ ചെയ്യാം. അതിനുശേഷം നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഹെയർ ഓയിൽ, നിങ്ങൾ ഏത് ഹെയർ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹെയർ കെയറിന് എടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു എണ്ണ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഓൾറെഡി ചൂടാക്കിയ എണ്ണ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇളം ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ സാധാ പച്ച വെളിച്ചെണ്ണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്ത് ഇളം ചൂടാവുന്നത് വരെ, ആറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഇളം ചൂടായി ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഈ ഒരു എണ്ണ തേച്ച് കൊടുക്കുക.
ഈ ഒരു ഇളം ചൂട് നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടുന്ന സമയത്ത് നമ്മുടെ മുടിവേരുണ്ടല്ലോ, നമ്മുടെ പോഴ്സൊക്കെ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ഓപ്പൺ ആവും. അതേപോലെ തന്നെ നമ്മുടെ മുടിവേരിനകത്തേക്ക് ഈ ഒരു ഹെയർ ഓയിൽ ഇറങ്ങിച്ചെല്ലും. അങ്ങനെ നമ്മുടെ റൂട്ട്സ് വീക്കായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നല്ലതുപോലെ സ്ട്രോങ് ആക്കിയെടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഇളക്കിയെടുത്ത താരനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ കൂടെ നമ്മുടെ ഈ ഒരു എണ്ണ തട്ടുന്ന സമയത്ത് അതൊക്കെ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ ഇളകി നിൽക്കും. അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ സ്കാൽപ്പിൽ വകച്ചിലെടുത്ത് വേണം ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡീപ്പായിട്ട് വീക്ക്ലി വൺസ് നിങ്ങളിത് ചെയ്യണം. ഈ ഒരു രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ സ്കാൽപ്പിന് കിട്ടുന്നത്. കാരണം നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ഇളം ചൂട് തട്ടുന്ന സമയത്ത് ഓപ്പൺ ആവും. അതുവഴി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ അകത്തോട്ട്, നമ്മുടെ റൂട്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ മുടിവേര്, ആ ഒരു മുടിവേരിൻ്റെ അകത്തോട്ട് ഈ ഒരു എണ്ണ ഇറങ്ങിച്ചെന്ന് നമ്മുടെ മുടിവേരുകളെ നല്ലതുപോലെ സ്ട്രോങ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയുള്ള ഈ ഒരു ഹെയർ കെയർ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു പോഴ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്കാൽപ്പിൽ, അത് പല കാരണങ്ങൾ കൊണ്ടും ചളിയും അഴുക്കും പൊടികളും താരനൊക്കെ കൊണ്ട് ക്ലോസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോഴ്സൊക്കെ ഓപ്പൺ ആവാനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആഴ്ചയിൽ ഒരു തവണ നിർബന്ധമായിട്ടും നല്ല രീതിക്ക് തന്നെ നിങ്ങൾ സ്കാൽപ്പിലും മുടിയിലും എണ്ണ വയ്ക്കുക. ഇന്ന് നമ്മൾ ഹെയർ ഓയിലിംഗ് ഡേ ആണ്. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു മസാജ് കൊടുക്കുക. മസാജിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഹെയർ കെയറിൽ. നല്ല രീതിക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യുക. അതേപോലെ തന്നെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇരട്ടി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ഓയിലൊക്കെ ഇട്ട് മസാജിങ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും മുടി കെട്ടി വയ്ക്കുന്നുണ്ട്. ഈ ഒരു ഓയിൽ നമ്മുടെ മുടിയിൽ ഇരിക്കുന്ന ആ ഒരു സമയം നമുക്ക് വീടൊന്ന് നല്ല രീതിക്ക് തന്നെ വൃത്തിയെടുക്കാം കേട്ടോ. എൻ്റെ ഡെയിലി ഞാൻ ചെയ്യുന്ന റൊട്ടീനാണ്, ഇതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. ഈ ഒരു ജോലിയുടെ റൊട്ടീനാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ മോൻ പോയി എൻ്റെ ഹെയർ കെയർ, അപ്പോൾ ഇന്ന് ഹെയർ ഓയിലിംഗ് ഡേ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഹെയർ പാക്കോ എന്താണോ ഞാൻ ചെയ്യണത് ഡെയിലി ചെയ്യാറുണ്ട്, അത് ചെയ്തതിന് ശേഷം ആദ്യം അടുക്കള വൃത്തിയാക്കും. അടുക്കളയിലുള്ള ആ പാത്രങ്ങളും അതേപോലെ തന്നെ കത്തികളും ഒക്കെ ഞാൻ കഴുകി ക്യാബിനകത്ത് വെക്കാറുണ്ട്. അതേപോലെ തന്നെ അടുക്കളയിലെ സാധനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കറി വെച്ചതൊക്കെ കുറച്ചല്ലേ ബാലൻസ് ഉണ്ടാവുള്ളൂ, അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കും. അതേപോലെ തന്നെ കറികളും ഒക്കെ വേറെ വേറെ പാത്രത്തിൽ ഒഴിച്ച് അടുക്കള നല്ല രീതിക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് പഴയതുപോലെ ആക്കിയാലേ എനിക്കൊരു സമാധാനമുള്ളൂ. നമ്മൾ പണി അവിടെ ഇട്ടിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് വീട് വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് അടുക്കള ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ പാത്രമൊക്കെ ഞാൻ ഇവിടെ കഴുകാറില്ല, നമ്മുടെ വർക്ക് ഏരിയയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു കണക്കിന് പാത്രം. അതൊക്കെ ഞാൻ പിന്നീടാണ് കഴുകാറുള്ളത് കേട്ടോ. അപ്പോൾ അടുക്കള ഓൾ സെറ്റായി പഴയതുപോലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ അടുക്കള. ആദ്യം ഞാൻ ക്ലീൻ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ തന്നെയാണ്. അപ്പോൾ ഞാനത് വൃത്തിയാക്കി ഇട്ടു. ഇനി നേരെ റൂമിൽ പോവാണ്. റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കശപിച്ചേന്ന് കിടക്കുന്നുണ്ടാവും. ആദ്യം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് വെക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ സെറ്റിയിലാണെങ്കിലും ഒക്കെ ആദ്യം ഒന്ന് ഒതുക്കി അതിൻ്റെ പൊടികളൊക്കെ താഴെ കുടഞ്ഞ് വൃത്തിയാക്കി വെച്ചതിന് ശേഷം തിരുമ്പാനുള്ള തുണികളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഉണ്ണി മാറ്റിയിട്ടതും അതേപോലെ തന്നെ അഴുക്ക് ഇന്നലെ കുളിച്ചതിൻ്റെയൊക്കെ തുണികൾ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ മുഴുവനായിട്ടും അടിച്ചു വരും. അകം ഫുള്ളായിട്ട് ഹാളും റൂമും മേലെയൊന്നും പോകാറില്ല, താഴെ മുഴുവനായിട്ട് അടുക്കള വർക്ക് ഏരിയ ഫുള്ളായിട്ട് തന്നെ അടിച്ചു വാരും. അടിച്ച് വാരിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് തുടയ്ക്കണം. എനിക്ക് മസ്റ്റാണ്, ഡെയിലി ഞാൻ ചെയ്യുന്ന റൊട്ടീനാണ് കേട്ടോ. ഡെയിലി എനിക്ക് തുടയ്ക്കണം. ഒരു ദിവസം പോലും തുടയ്ക്കാതിരുന്നിട്ടില്ല ഞാൻ ഇന്നേ വരെ. ഡെയിലി എനിക്ക് തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതങ്ങനെ ശീലിച്ച് പോയിട്ടോ. അപ്പോൾ മഴക്കാലമല്ലേ എന്തിനാ തുടയ്ക്കണത് എന്നൊക്കെ അമ്മ പറയൂ കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ ശീലിച്ച് പോയതുകൊണ്ട് എനിക്കത് തുടച്ചില്ലെങ്കിൽ സമാധാനമാവില്ല. നന്നായിട്ട് ചപ്പ ഊരിപ്പിഴിഞ്ഞ് ഒരു തുടയാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഫുള്ളായിട്ട് റൂമും ഹാളും എല്ലായിടത്തും ഞാൻ തുടയ്ക്കാറുണ്ട്. അതിനുശേഷം നമ്മുടെ വർക്ക് ഏരിയ, റൂമിനകം ഫുള്ളെല്ലാം അടുക്കളയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഏരിയ തുടയ്ക്കുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു പ്ലേസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഫുള്ളും
പാടങ്ങളും വയലുകളും കിളികളും ആഹാ അതിൻ്റെ ഒരു ശബ്ദം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഫ്രണ്ടിൽ ആ ഒരു നമ്മുടെ സിറ്റ് ഔട്ട് ഉണ്ടല്ലോ അതും കൂടെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യും, അതായത് തുടച്ചെടുക്കും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൊട്ടക്കണക്കിന് പാത്രം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവസാനം ഈ ഒരു പാത്രം കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു പാത്രം വെക്കാനുള്ള ആ ഒരു ട്രേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. നമ്മൾ സാധാ പാത്രം കഴുകി ഈ ടൈലിൻ്റെ മേലെ തന്നെ വെക്കുമ്പോൾ ആ വെള്ളം ഒഴുകിയിട്ട് ആ ടൈലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ അതിൻ്റെ പാടുകൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രേ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ പാത്രമൊക്കെ കഴുകി നമ്മൾ അതിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ കൂടെ വെള്ളം താഴേക്ക് പോകും, നമുക്ക് ഒരു പ്രശ്നമില്ല, സിങ്കിലേക്ക് നേരെ വെള്ളം വീഴും. അങ്ങനെ ഫുള്ളായിട്ടുള്ള പാത്രം കഴുകി ഞാൻ അതിലേക്ക് കമഴ്ത്തി വെക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ വർക്ക് ഏരിയയുടെ ആ മുകൾ വശമൊക്കെ ഒന്ന് നല്ല പോലെ ചപ്പ പിഴിഞ്ഞെടുത്ത് തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിയുമ്പോഴാണ് എൻ്റെ പണികൾ മുഴുവനായിട്ടും കഴിയുന്നത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ സമയമെടുക്കും കേട്ടോ. ഈ അടിക്കലും തുടയ്ക്കലും കഴുകലും ഒക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ 1 മണിക്കൂറാവും. ആ ഒരു സമയം കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഹെയർ ഓയിൽ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ലതുപോലെ പിടിച്ച് റെഡിയായി സെറ്റായിട്ടിരിക്കും നമ്മുടെ ഹെയർ ഓയിൽ. ഇനി ഇതിൻ്റെ മീതെ ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വിച്ച് ഇട്ടതുപോലെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും നമ്മുടെ മുടിക്ക് നല്ല രീതിക്ക് തന്നെ ഉള്ളുകൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ്. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ ജലദോഷം, ചുമ, അലർജി ഒക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പിടി തുളസി എടുക്കാം. രണ്ടാമതായിട്ട് പനിക്കൂർക്കട ഇല എടുക്കാം. പനിക്കൂർക്കട ഇല മുടി നന്നായിട്ട് വളരാനും നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ടുള്ള ആ ഒരു കറുപ്പ് നിറം തരാനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുരിങ്ങയിലയും കൂടി ആവശ്യമുണ്ട്. മുരിങ്ങയില മുടി നന്നായിട്ട് വളരാനും നമ്മുടെ മുടിക്ക് നല്ലതുപോലെ തിക്നെസ് തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 5-6 അല്ലി നമ്മുടെ ചുമന്നുള്ളിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ അരച്ചെടുത്ത് വന്നത് ഇതുപോലെ നല്ല രീതിക്ക് അരിച്ചെടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പൂ വെച്ച് ഹെയർ വാഷ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇന്ന് ഇവിടെ നമ്മുടെ ട്രെതയുടെ ഹെയർ ഷാമ്പൂ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ഷാമ്പൂ ആണ് യൂസ് ചെയ്യണത്. ഇതെല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷാമ്പൂ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പൂ വെച്ച് നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരിക്കലും ഷാമ്പൂ അപ്ലൈ ചെയ്യരുത്. ഒരു മഗ്ഗിൽ നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഷാമ്പൂ ആക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം അത് നമ്മുടെ സ്കാൽപ്പിൽ ആദ്യം പച്ചവെള്ളത്തിൽ വെറുതെ മുടി കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് മുടിയിൽ മുഴുവനായിട്ടും തന്നെ അപ്ലൈ ചെയ്യുക. അതല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ ഷാമ്പൂ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഡ്രൈ ആവും, ഒരുപാട് ഡ്രൈ ആവും. മുടിയുടെ ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ അതൊക്കെ കുറയും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിക്ക് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് ഞാൻ നല്ല രീതിക്ക് മുടിയും സ്കാൽപ്പൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്കാൽപ്പ് ക്ലീനാണ്, പെർഫെക്റ്റ് ആണ്. അവിടെ പുതിയ മുടികൾ വളരാൻ റെഡിയാണ്. ഇനി ബാക്കിയുള്ളത് പിന്നീട് കാണാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, സന്ധ്യാസമയമായി. അപ്പം ഞാൻ മേലൊക്കെ കഴുകി വന്ന് വിളക്ക് വെക്കണതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഹെയർ കെയർ ഒന്നുമില്ല. മുടി ഒന്ന് 2 മിനിറ്റ് കെട്ടി വെച്ചതിന് ശേഷം അഴിച്ചിടുക, ഫാനിൻ്റെ ചോട്ടിലോ അതല്ലെങ്കിൽ നോർമലായിട്ട് തന്നെ മുടി ഉണക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ചീവി കെട്ടിവെക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ വൈകുന്നേരത്തെ ഹെയർ കെയർ ആണ്, അത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ നല്ല രീതിക്ക് വിളക്കൊക്കെ വെച്ച് സമാധാനത്തോടെ ഒന്ന് തൊഴുതി കുറിയൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഈ തൊഴുതൊക്കെ വന്നിട്ടുണ്ട്. മുടിയൊക്കെ അഴിച്ചിട്ടതിന് ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ പല്ല് അകലമുള്ളൊരു ചീപ്പി എടുക്കുക. അതിനുശേഷം മുടിയുടെ തുമ്പ് മുതൽ ചീകി മുകളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ രാവിലെ എത്ര തന്നെ ഹെയർ കെയർ ചെയ്ത് വൃത്തിക്ക് നമ്മുടെ മുടി കെട്ടിവെച്ചിരുന്നാലും കൂടെ മുടിയിൽ ജട കൂടിയിട്ടുണ്ടാവും. അതല്ലെങ്കിലും കൂടെ നമ്മൾ ഈ ഒരു രീതിയിൽ ചീവി കൊടുക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുടി നല്ല രീതിക്ക് ചീകി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഓയിലിംഗ് റൊട്ടീനും അതേപോലെ തന്നെ നമ്മുടെ ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് മുടിയിലുണ്ടായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ എത്ര തലങ്ങും വലങ്ങും മുടി ചീവിയെടുത്താലും നമ്മുടെ ഒരു മുടി പോലും കൊഴിയില്ല. ഇപ്പം നിങ്ങൾക്ക് നോർമലായിട്ട് ഒരു 100 മുടി 150 മുടിയൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ കണക്കില്ല, ഒരു ചീപ്പി നിറച്ചും മുടി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ കെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ മുടി ചീവിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക 90% നിങ്ങൾക്ക് ഹെയർ ഫോൾ എന്നുള്ളൊരു പ്രശ്നം അവിടെ ആ ഒരു സമയത്ത് ഉണ്ടാവില്ല എന്നുള്ളത് എൻ്റെ ഒരു ഗ്യാരണ്ടിയാണ്. തീർച്ചയായിട്ടും ഹെവി ആയിട്ടുള്ള ഹെയർ ലോസ് ഉള്ളവർ ഈ ഒരു ഹെയർ കെയർ ചെയ്തതിന് ശേഷം മുടി ചീവി നോക്കൂ, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടും.
അപ്പം ഞാൻ എങ്ങനെ ചീകിയെടുത്താലും എനിക്ക് ഒരു മുടി പോലും കൊഴിയില്ല. അതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ലൈവായിട്ട്. അപ്പം മുടിയൊക്കെ നല്ല രീതിക്ക് ചീവി എടുത്തിട്ടുണ്ട്. അപ്പം മുടിയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കണ്ടോ, നല്ല പോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കുകയാണ്. മുടിയിൽ ഡ്രൈനെസ്സോ അതേപോലെ തന്നെ വേറെ ഒരു പ്രശ്നങ്ങളും മുടിയിലില്ല. നമ്മുടെ മുരിങ്ങയിലയൊക്കെ ഈ ഒരു ഹെയർ പാക്കിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മുടി നോർമലി ഉള്ളതിനേക്കാളും സ്മൂത്ത്നെസ് ഉണ്ടാവും, ഒരു തിക്നെസ് നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യും. അതിപ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ടാവും. നല്ലപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട് മുടി. അപ്പം നല്ല രീതിക്ക് ചീവി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുടി കെട്ടി വയ്ക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യണില്ല. കാരണം നമ്മൾ രാവിലെ ഹെവി ആയിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്തു, ഹെയർ പാക്ക് ചെയ്തു, ഹെയർ നല്ല രീതിക്ക് വാഷ് ചെയ്ത് ഇപ്പം നമ്മുടെ സ്കാൽപ്പൊക്കെ ക്ലീനാണ്. ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ ഒരു രാത്രിയിൽ ചെയ്യാനില്ല. മുടി ചീവി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിന് ചെറുതായിട്ടൊരു മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ മുടി കെട്ടി വെച്ചിരുന്നാൽ മതി. അപ്പോൾ രാത്രി നമ്മൾ എപ്പോഴും മുടി കെട്ടി വെക്കുന്ന സമയത്ത് ബൺ ചെയ്യരുത്. ദയവ് ചെയ്ത് നിങ്ങൾ ബൺ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, മുടി വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബൺ ചെയ്യാതെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ പിന്നി വയ്ക്കുക. പിന്നി വയ്ക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഹെയർ കെയർ ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. വളരെ ലൂസായിട്ടുള്ള രീതിയിൽ നമ്മുടെ മുടി പിന്നിയിട്ട് മെടഞ്ഞിട്ട് തുമ്പത്തൊരു കെട്ടും കെട്ടി നമ്മൾ കിടന്നിരുന്നാൽ മതി. അതല്ലാതെ ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലും ബൺ ചെയ്ത് വെക്കുന്നതൊക്കെ നമ്മുടെ മുടിയെ ഇറിറ്റേറ്റ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം മുടി വളരുന്നത് രാത്രിയാണ്. അപ്പോൾ രാത്രി നമ്മൾ മുടിയെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വീർപ്പ് മുട്ടലല്ലേ, ഒരു ശ്വാസം മുട്ടലല്ലേ. നമുക്ക് തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് രാത്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിലും. അപ്പോൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ചെയ്ത് നിങ്ങൾ ഉറങ്ങാൻ പോവുക. അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റൊട്ടീൻ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞു. ഇനി പിറ്റേ ദിവസം രാവിലെ എണീച്ച് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മുടിയൊന്ന് ചീവി എടുത്ത് മുടി കെട്ടി വെച്ചിരുന്നാൽ മതി. വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇതേപോലെ കെട്ടാം, പുറത്ത് പോണവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹെയർ സ്റ്റൈൽ ചെയ്ത് നിങ്ങൾക്ക് പോവാം. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ജെല്ലുണ്ടല്ലോ, രാത്രി ഹെയർ കെയർ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ജെല്ലും ഹെയർ കെയറും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതിനനുസരിച്ചിട്ടുള്ളത് രാത്രി, പിറ്റേ ദിവസം രാത്രി നിങ്ങൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. അതായത് ഇന്ന് ഹെയർ വാഷ് ചെയ്തു, നാളെ മുടിയിലൊന്നും ചെയ്യുന്നില്ല, ഇതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. ഹോട്ട് ഓയിൽ അല്ല, എന്നിട്ട് ഷാമ്പൂ വെച്ച് ഹെയർ വാഷ് ചെയ്യുക. ഇതേ രീതിയിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു ഹെയർ കെയർ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ സമയത്തിനനുസരിച്ചുള്ള റിപ്ലൈ തീർച്ചയായിട്ടും ഞാൻ തന്നിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.